भाई गुड मॉर्निंग। हम कहाँ जा रहे हैं आज? मैं चार्ज करता हूँ। क्या बोल रहे? मैं चार्ज करता हूँ अपीयर होने के लिए। वी आर गोइंग टू सेंट्रल पार्क, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, फिर वर्ल्ड ट्रेड सेंटर। വേൾഡ് ട്രേഡ് സെന്റർ. ഈ മൂന്ന് സ്ഥലത്താണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. രാത്രി ബ്രൂക്ലിൻ ബ്രിഡ്ജും കാണണം, പിന്നെ രാത്രിയിൽ ടൈം സ്ക്വയർ കാണണം. ഇന്നലെ കാണാൻ പറ്റിയില്ല, ഇന്നലെ നല്ല ഉറക്കമായിരുന്നു ഞാൻ, അതുകൊണ്ട് എന്തായാലും ലെറ്റ്സ് ഗോ. സാറ്റർഡേ മോർണിംഗ് ടൈം ആയതുകൊണ്ട് അധികം തിരക്കില്ലാത്ത സ്ട്രീറ്റ്സ് ആണ് കണ്ടത്. തലേന്ന് വൈകുന്നേരം കണ്ടതേ അല്ല ഇപ്പൊ കാണുന്നത്. വളരെ വിജനമായിട്ടുള്ള സ്ട്രീറ്റ്സ് ഒക്കെ കാണാം ഇവിടെ. എങ്കിലും കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ എല്ലാ സബ്വേ സ്റ്റേഷന്റെ ചുറ്റുമാണ് ആൾക്കാർ കൂടുതൽ കാണുന്നത്. This building basement also Grand Central Park. ഗ്രാൻഡ് സെൻട്രൽ സബ്വേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നതെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഒരുപാട് സബ്വേ സ്റ്റേഷൻസ് നമുക്ക് ഓൺ ദ വേ കാണാവുന്നതാണ് ഇവിടെ. 9/11 മെമ്മോറിയൽസ് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. അവിടെ നല്ലൊരു വലിയ പാർക്കുണ്ട്. അതേപോലെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്ററും അവിടെ പണിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ 100 നിലയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്നാണ് അഭിനവ് പറഞ്ഞത്. ഭയങ്കര ഉയരത്തിലാണ് ഇത് കാണുന്നത്. മാത്രമല്ല പഴയ 2 ടവേഴ്സ് നിന്നെടുത്ത് മെമ്മോറിയൽ പണിതിട്ടുണ്ട്. മെമ്മോറിയലിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഏകദേശം ഒരു 16 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ന്യൂയോർക്കിലെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്സ് ഒക്കെ തന്നെ പല ഫിനാൻഷ്യൽ കമ്പനീസും ബാങ്ക്സും ഒക്കെയാണ്. ഒരുപാട് ടോൾ ബിൽഡിങ്സ് ഇതിൻ്റെ ചുറ്റും കാണാം. മനോഹരമായൊരു കാഴ്ചയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. കാറ്റടിക്കുമ്പം നന്നായിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തുകാർക്ക് ഇത് ഈ ഒരു കാലാവസ്ഥ എനിക്ക് തോന്നുന്നു യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ കുട്ടികളെയും കൊണ്ടും പെറ്റ് ഡോഗ്സിനെയൊക്കെ കൊണ്ടൊക്കെ അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഈ മെമ്മോറിയലിൻ്റെ പുറത്ത് അവിടെ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഗോൾഡൻ കളറിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഫയർ ഫൈറ്റിംഗ് ടീമിൻ്റെ മെമ്പേഴ്സാണ്. അവിടെ വിക്ടിമായ ഫയർ ഫൈറ്റിംഗ് ടീമിൻ്റെ മെമ്പേഴ്സിനെയാണ്. बेटा तो निकाल लिया था जब बिल्डिंग गिरने से पहले मैक्सिमम लोगों ने निकाल लिया था. മ്യൂസിയത്തിൻ്റെ അകത്ത് നമ്മൾ കയറിയില്ല, പക്ഷേ വെളിയിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം നേരത്തെ ബുക്കിംഗ് വേണം എന്നാണ് അറിയുന്നത്. അതേപോലെ നല്ല തിരക്കാണ് ഇവിടെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതി വെച്ചിരിക്കുന്ന ഫയർ ഫൈറ്റിംഗ് ടീം മെമ്പേഴ്സിൻ്റെ പേര്. മറ്റതെല്ലാം അവിടെ അല്ലാതെയുള്ള ആൾക്കാരുടെ പേരുകളാണ്. എത്രയധികം ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നതെന്ന് ഇവിടെ വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മൾ ദൂരെ ഇരുന്ന് കേൾക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലാകുകയില്ല. ഇവിടെ ഒരുപാട് ആൾക്കാരാണ് ഡേ ടു ഡേ വരുന്നത്. അവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന ഒരുപാട് പേരെ ഞാൻ അവിടെ കണ്ടു. 9/11 അറ്റാക്സ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഡെബ്രിസ് ഒക്കെ വന്ന് വീണിട്ടും സർവൈവ് ചെയ്തൊരു ട്രീയുടെ അവശിഷ്ടത്തിനെ എടുത്ത് ഇവിടെ കൊണ്ട് പ്ലാന്റ് ചെയ്ത് അതിനെ വീണ്ടും വളർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിക്കും ഇവർ നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഈ ഒരു ട്രീയുടെ ചുറ്റും ഫെൻസ് കെട്ടിയിട്ടുണ്ട്. സർവൈവർ ട്രീ എന്നാണ് അതിനെ ഇപ്പോൾ വിളിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാർക്കിൽ തന്നെ ഒരുപാട് സൂവനീർ ഷോപ്സ് ഒക്കെ നിലകൊള്ളുന്നുണ്ട്. നമുക്ക് അവിടുന്ന് പല സാധനങ്ങളും വാങ്ങിക്കാവുന്നതാണ് വന്നതിൻ്റെ ഓർമ്മയ്ക്ക്. മാത്രമല്ല ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ഈ റിസ്റ്റ് ബാൻഡ് എടുത്ത് കയ്യിൽ ഇട്ടുകൊണ്ട് പോകാവുന്നതാണ്. ഇതാണ് ഈ ഒരു ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവിടെ പൈസ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ബ്രൂക്ലിൻ ബ്രിഡ്ജിലോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അടുത്ത് എവിടെയൊക്കെയാണ് റെസ്റ്റോറൻറ്റ്സ് ഉള്ളതെന്നാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് ഇവിടുത്തെ ഭക്ഷണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത് ഡീപ്പ് ഫ്രൈഡ് ആണ്, പിന്നെ ഞാൻ ബേക്കൺ പോർക്ക് ഇതൊന്നും കഴിക്കില്ല. അപ്പം കൂടുതൽ ഭക്ഷണത്തിലും ഇതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ചിക്കൻ ഐറ്റംസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഉള്ളത് മക്ഡൊണാൾഡ്സ് പോലെയുള്ളതാണ്. പക്ഷെ അവിടുത്തെ ആണെങ്കിലും ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല ഒട്ടും എരിവും പുളിയും സ്പൈസിയും ഒന്നും അല്ലാത്ത ഭക്ഷണം കഴിക്കാനും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൂടാതെ നല്ല തണുപ്പാണ്, കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ കാറ്റടിക്കുമ്പോഴത്തേനും ഒട്ടും സൂര്യപ്രകാശം അടിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കൂടുതൽ തണുപ്പായിട്ടാണ് നമ്മളെ പോലുള്ളവർക്ക് തോന്നുന്നത്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഷോർട്ട് ഡ്രസ്സസും ഷോർട്ട്സും പിന്നെ സ്ലീവ്ലെസ്
ടോപ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെ കാണാം. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു അണ്ടർവെയർ മാത്രം ഇട്ട് നടക്കുന്ന ഒരാളെ കൂടെ കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചത് അയാൾ ഇട്ടേക്കുന്ന വസ്ത്രം അയ്യേ എന്നുള്ളതിനെക്കാട്ടി അയ്യോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എങ്ങനെയാണ് ഈ തണുപ്പത്ത് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫൈനലി റെസ്റ്റോറൻറ്റിന്റെ മോഹം വിട്ടിട്ട് റോഡ് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് റെസ്റ്റോറൻറ്റിലെക്കാട്ടി വില കുറവായിരിക്കും റോഡ് സൈഡ് ഫുഡ് എന്നാണ്. അങ്ങനെയല്ല കേട്ടോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചതിനെക്കാട്ടി കൂടുതൽ പൈസയാണ് ഇവിടെ ആയത്. പക്ഷേ ഇത് ഏത് നാട്ടുകാരുടെ ആണെന്ന് അറിയില്ല. ഞാൻ ചിക്കൻ കബാബാണ് ഓർഡർ ചെയ്തത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കബാബ് പോലെ അല്ലായിരുന്നു ടേസ്റ്റ്. എന്തായാലും വിശപ്പ് കാരണം അതൊക്കെ കഴിച്ചിട്ട് നടപ്പ് വീണ്ടും തുടർന്നു. അങ്ങനെ നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ അവിടെ എത്തി. അവിടെയും ഒരുപാട് റോഡ് സൈഡ് ഷോപ്സ് ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചു വന്നിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങോട്ട് നടന്നപ്പോഴത്തേനും ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ആ ഒരു ബ്രിഡ്ജിൽ ലോകം മുഴുവനും അവിടെ വന്ന് അസംബിൾ ചെയ്തതുപോലെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. പല രാജ്യത്തെ പല ടൈപ്പ് ആൾക്കാരെ നമുക്ക് അവിടെ കാണാം. ആരും ആരെയും ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു. ടൈം സ്ക്വയറിൽ കണ്ടതുപോലെ തന്നെ ലോകം മുഴുവൻ ചെറുതായതുപോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് അവിടെ വന്നപ്പോൾ തോന്നിയത്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ബ്രൂക്ലിൻ ആൻഡ് മാൻഹട്ടൻ എന്ന് പറഞ്ഞ 2 ബറോസിനെ ബന്ധിപ്പിക്കുന്ന ബ്രിഡ്ജാണ്. ഇതൊരു ഹൈബ്രിഡ് സസ്പെൻഷൻ ബ്രിഡ്ജാണ്. മുകളിലത്തെ ഭാഗത്തൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, താഴത്തെ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു 2016 അടി ദൂരമുള്ളൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ലെങ്ത് ആണ് പറഞ്ഞത്. വിഡ്ത്ത് എന്ന് പറയുന്നത് 85 ഫീറ്റ്, അതേപോലെ ഹൈറ്റ് 272 ഫീറ്റ് ആണ്. ഇതൊക്കെ ഞാൻ വിക്കിപീഡിയ നോക്കി പറയുന്നതാണ് കേട്ടോ. വളരെയധികം പഴക്കമുള്ള ബ്രിഡ്ജാണ്. ഇത് ഓപ്പൺ ആയത് മെയ് 24, 1883 പക്ഷേ ഇതിന് കറണ്ട് പേര് വന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന പേര് വന്നത് 1915 ഇതിനു മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് ന്യൂയോർക്ക് ആൻഡ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഈസ്റ്റ് റിവർ ബ്രിഡ്ജ് എന്നായിരുന്നു. നമ്മളിതിൻ്റെ ഡെക്ക് വരെ പോയിട്ട് തിരിച്ചു വരികയാണ് ചെയ്തത്. ഡെക്കാണെന്ന് തോന്നുന്നു ആ മിഡിൽ പോർഷന് പറയുന്നത്. ഈസ്റ്റ് റിവറിൻ്റെ അക്രോസ് ആയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ഒരുപാട് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നു, റീൽ എടുക്കുന്നു. പല തരത്തിലുള്ള ആൾക്കാരെ കാണാം. എനിക്ക് ആൾക്കാരെ നോക്കുന്നത് തന്നെ ഒരു നല്ലൊരു ടൈം പാസ് ആയിട്ടാണ് തോന്നിയത്. ഇവിടെ നിന്നിട്ട് 5 ഓട്ടോമൊബൈൽ ലൈൻസ് ആണ് ഈ ബ്രിഡ്ജിലുള്ളത്. നമുക്ക് മേളിൽ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ താഴെ ആയിട്ടുള്ള റോഡിൽ കൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാവുന്നതാണ്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പിന്നെ പോയത് ഐസ്ക്രീം വെൻഡറിൻ്റെ അടുത്താണ്. കോൺ ഐസ്ക്രീം കഴിച്ചു ഞാനും അഭിനവും. ചിന്നൂന് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. ഒരുപാട് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഞാനും അഭിനവും എടുത്തത് വാനിലയാണ്. കോൺ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ഒരു സോഫ്റ്റി പോലെയാണ് ഐസ്ക്രീം തോന്നിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സെയിം ഫ്ലേവറാണ് വാനില. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ ഒരു ഗ്രൂപ്പ് പബ്ലിക് പെർഫോമൻസിന് തയ്യാറെടുക്കുന്നത് കണ്ടു. കുറേ പേര് അവിടെ കൂടി നിൽക്കുമായിരുന്നു അവരുടെ പെർഫോമൻസ് കാണാൻ. ഡാൻസ് ആണോ വേറെ ജിംനാസ്റ്റിക്സ് പോലത്തെ അഭ്യാസങ്ങളാണോ എന്ന് മനസ്സിലായില്ല. എന്തായാലും ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. മുടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് പോയി. പക്ഷെ അവർ ഒരുപാട് നേരം ഇങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ബോറടിച്ചു. അതുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്നു. തിരിച്ച് ഹോട്ടലിലോട്ടൊരു ക്യാബ് പിടിച്ച് പോവുകയാണ് ചെയ്തത്. ക്യാബ് പിടിച്ചപ്പോഴൊക്കെ വന്ന ഡ്രൈവേഴ്സ് ഇന്ത്യക്കാരായിരുന്നു കൂടുതലും. പക്ഷെ അവർ ഇംഗ്ലീഷിലാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത്. നമ്മളുടെ അടുത്ത് ഇന്ത്യൻ ആണോ എന്നൊന്നും അവർ ചോദിക്കുന്നില്ല. ജസ്റ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, പോകുന്നു എന്നല്ലാതെ വേറെ ഇൻട്രാക്ഷൻസ് ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈവൻ ടെസ്ല പോലും ഇവിടെ ഉബറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ടെസ്ല ഭയങ്കര ഹൈപ്പിൽ പറയുന്നൊരു വെഹിക്കിളാണ്. പക്ഷേ ഇവിടെ അത് ഉബറായിട്ട് പോലും യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈവനിങ് ആയപ്പോഴത്തേനും സെൻട്രൽ പാർക്കിലോട്ടാണ് നമ്മൾ പോയത്. 2.9 മൈൽസ് ഉണ്ടായിരുന്നു നടക്കാൻ. നല്ല ദൂരമുണ്ട്. പക്ഷെ നടന്നു പോകുമ്പോഴാണ് കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നടന്നാണ് പോയത്. 843 ഏക്കറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആലോചിച്ചാൽ അറിയാം എന്ത് വലിപ്പമുള്ള പാർക്കാണിതെന്ന്. ഇതൊരു ഏർബൻ പാർക്കാണ്. ഒരുപാട് ആൾക്കാർ ദിവസവും അവിടെ വരുന്നുണ്ട്. ഏകദേശം ഒരു 16 മില്യൺ ആൾക്കാരാണ് ഒരു വർഷം ഇവിടെ വരുന്നതെന്നാണ് ഞാൻ വായിച്ചത്. അതേപോലെ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് 1857-നും 76-നും ഇടയ്ക്കാണ്. ഇതൊരു ഒരുപാട് വലിയ പാർക്കാണ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാൻഡ്സ്കേപ്സ് കാണാൻ പറ്റും. ലോൺസ് ഉണ്ട്, മെഡോസ് ഉണ്ട്, ഹില്ലി ഏരിയാസ് ഉണ്ട്, പോൺസ്, ലേക്സ്, ചിൽഡ്രൻ പാർക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പാർക്കാണിത്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 21 ചിൽഡ്രൻ പാർക്കാണ് ഞാൻ കണ്ടത്, അതായത് ഞാൻ വായിച്ചത്. അതേപോലെ ഒരു 8 തടാകങ്ങളും പോൺസും ഇതിൻ്റെ അകത്തുണ്ട്. അത്രയും വലിയൊരു പാർക്കാണിത്.
ഇതെന്തായാലും ഒരുപാട് നേരം ചുറ്റി കാണാനുണ്ട്. പക്ഷെ ഞങ്ങള് നടന്ന് തളർന്നത് കൊണ്ട് ഒരുപാട് ദൂരമൊന്നും പോയില്ല. കുറേ ദൂരം നടന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കാല് വേദനിച്ചു. മാത്രമല്ല ഒരുപാട് ആൾക്കാരാണ് ഇതിന്റകത്ത് വരുന്നത്. അപ്പം അവരെയൊക്കെ കണ്ട് കണ്ട് പോവാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. ആൾക്കാരിങ്ങനെ പട്ടികളെയും കൊണ്ടും കുട്ടികളെയും കൊണ്ടും ഒക്കെ നടക്കാൻ വരുന്ന ഒരു പാർക്കാണിത്. ഇതിന്റെ ഉള്ളിലൂടെ അങ്ങനെ വണ്ടികൾ പോകുന്ന കണ്ടില്ല. പക്ഷെ പുറത്തൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈവൻ കുതിരവണ്ടി തന്നെ ഇവിടെ ഞാൻ കണ്ടു. നല്ല രസമാണ് ഇതിന്റെ അകത്ത് നടക്കാൻ. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. ഭയങ്കര തണുപ്പ്. നമുക്ക് പറ്റാത്തൊരു തണുപ്പാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ യൂസ്ഡ് ടു ആയി. അഭിനവനും വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാനും ചിന്നും തണുത്ത് വിറച്ച് നടക്കുകയായിരുന്നു. കുട്ടികളെയും പട്ടികളെയും കാണാനാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയത്. മാത്രമല്ല നടന്ന് തളർന്നപ്പം ഇരിക്കാൻ കുറെ ബെഞ്ചസ് അവിടെ ഇട്ടിട്ടുണ്ട്. സൈക്കിൾ ഓടിച്ചും ഇതിന്റെ അകത്തൂടെ പോവാം. പക്ഷെ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ല. അതുകൊണ്ട് അതും പറ്റിയില്ല. അപ്പൊ കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഒരടി പോലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു കാൽ ഭാഗം പോലും കവർ ചെയ്യാതെയാണ് നമ്മൾ അവിടെ നിർത്തിയത്. എന്നിട്ട് തിരിച്ചും അത്രയും ദൂരം നടന്നാണ് നമ്മൾ ഹോട്ടലിൽ വന്നത്. അപ്പം ആലോചിച്ച് നോക്കി അറിയാം എത്ര ദൂരം നടന്നിട്ടുണ്ടെന്ന്. പ്രത്യേകിച്ച് എക്സർസൈസിന്റെ ഒന്നും ആവശ്യം തന്നെ വന്നില്ല. കഴിച്ചതെല്ലാം ദഹിച്ചു ഈ നടപ്പിൽ തന്നെ. പേഴ്സണൽ ഫ്രീഡം ആൻഡ് പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും ഇതൊരു തെറ്റായി ധരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പേടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നതും നടക്കുന്നതും ഒക്കെ ഞാനിവിടെ കണ്ടു. മാത്രമല്ല പട്ടികളെയും കൊണ്ടും കുട്ടികളെയും കൊണ്ടും നടക്കുന്ന ഒരുപാട് പേരൻസിനെ ഇവിടെ കാണാം. ഒരുപാട് കുട്ടികളാണ് ചില ഫാമിലീസിലൊക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഞങ്ങളിപ്പം ചെക്കൗട്ട് ചെയ്തു ന്യൂയോർക്ക് ഹോട്ടലിൽ നിന്ന്. ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി പോകാൻ വേണ്ടി. അതിൻ്റെ ക്യാബ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാബായിട്ട് വരുന്നത് ടെസ്ലയാണെന്നാണ് അഭിനവ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ വരെ എടുത്താണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും ടെസ്ലയിലുള്ള യാത്ര എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കാം. പിന്നെ നല്ല സ്റ്റൈലിൽ അഭിനവിൻ്റെ ജാക്കറ്റ് ഇട്ടാണ് ഇരിക്കുന്നത്. ന്യൂയോർക്കിലും നല്ല ട്രാഫിക് ജാമുള്ള സ്ഥലമാണ്. കണ്ടോ, നമ്മളുടെ നാട്ടിലെ പോലത്തെ ട്രാഫിക് ജാം. വളരെ നാരോ സ്ട്രീറ്റ്സ് ആണ് ഉള്ളത്. ചില സ്ട്രീറ്റ്സ് ഒക്കെ നല്ലതാണ്. ചില സ്ട്രീറ്റ്സ് മാത്രമേ ഉള്ളൂ വൺ വേ, ചിലത് 2 വേ ആണ്. പക്ഷേ 2 വേയിൽ പ്രോപ്പറായിട്ട് ഡിവൈഡറൊക്കെ ഉണ്ട്. നല്ല വീതിയുള്ള റോഡാണ്. എൻ്റെ ഗട്ടറൊന്നുമില്ല. പിന്നെ ട്രാഫിക് സിഗ്നൽ നന്നായിട്ട് ഫോളോ ചെയ്തിട്ടാണ് ഇവർ ഓടിക്കുന്നത്. പെഡസ്ട്രിയൻ സിഗ്നൽ, ക്രോസിംഗ് സിഗ്നലൊക്കെ മിക്കവരും ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ 2 സൂട്ട് കേസാണുള്ളത്. ഈ 2 സൂട്ട് കേസും ഈ സൂട്ട് കേസൊക്കെയാണത് ഓൾമോസ്റ്റ് കാലി തന്നെയാണ്. ഈ സൂട്ട് കേസുകളാണ് അഭിനവിൻ്റെയും ചുണ്ടിൻ്റെയും സാധനങ്ങളൊക്കെ. മഴയാണ്, അത് കാരണം തണുപ്പ് കൂടുതലാണ്. ഞാൻ 2-3 ലെയറാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ ട്രാഫിക് ജാം എടുത്ത്. ഇവിടെയും ട്രാഫിക് ജാം ഉണ്ട്. നമ്മുടെ ക്യാബ് ഇതാണ് നമ്മുടെ ടെസ്ല കാർ. ടെസ്ലയുടെ ടെസ്ല में केस लगा दी हूँ. टाइम्स स्क्वायर स्क्रीन्स ബിൽബോർഡ്സ് ആണ് ഇവിടുത്തെ പ്രത്യേകത. മക്ഡൊണാൾഡ്സിൻ്റെ ആഡാണ് ഇത്ര വലിയ സ്ക്രീനിൽ. പുറകിൽ നോക്കിയാലും ഉണ്ട് ഇഷ്ടംപോലെ കളർഫുള്ളായിട്ടുള്ള ആഡ്സ്. ഹായ്, നമ്മളിവിടെ ജഗ കാ നാം ക്യാ ഹൈ? ലിബർട്ടി പാർക്ക്. ലിബർട്ടി പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. മഴയായത് കാരണം ഒരു സ്ഥലത്തും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര തണുപ്പുമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ബോട്ടിൽ കയറി പോകണം. അതൊരു ഐലൻഡിലാണ് നിൽക്കുന്നത്. പക്ഷേ മഴ കാരണം പിന്നെ നമ്മുടെ കയ്യിൽ ലഗേജും ഉണ്ട്, ചെക്കൗട്ട് ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നതായതുകൊണ്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ പോലെ പാച്ച് വർക്കുള്ള റോഡാണ് ഇവിടെയും. അല്ലാതെ ഒട്ടും അങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള റോഡല്ല ഞാൻ കണ്ടത്. എനിക്ക് ഇടയ്ക്ക് സംശയം തോന്നി, ഞാൻ ന്യൂയോർക്കിൽ തന്നെയാണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് റോഡിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ. കുണ്ടും കുഴിയൊന്നുമില്ല, പക്ഷേ സ്മൂത്ത് ആയിട്ടുള്ള റോഡൊന്നും അല്ല. ഇതാണ് ലിബർട്ടി പാർക്ക് എന്ന് പറയുന്ന സ്ഥലം. അവിടെ പാർക്കൊക്കെ ഉണ്ട്, വലിയ ലോണൊക്കെ ഉണ്ട്. ദൂരെ നോക്കിയാൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം.
ഇത്രയും ദൂരം തന്നെ കാണാൻ പറ്റുന്നുള്ളൂ. മഴ കാരണം അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ അടുത്ത് പോയി കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്ലാൻ ചെയ്തത് തന്നെ റോങ് ടൈമിലാണ്. അവിടെ ഒരുപാട് ബോട്ട്സ് ഒക്കെ കാണാൻ പറ്റും. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അധികം തിരക്കൊന്നുമില്ല. ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് ഏക്കാ മെഷീൻ ബൈനോക്കുലറാണ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കോയിൻ ഇട്ടിട്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് നോക്കാം. 25 സെൻറ്റാണ് 25 സെൻസ് ആണ്. കോയിൻ്റെ പരിമിതി കാരണം നോക്കാൻ പറ്റിയില്ല. ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. കോയിൻ ഇട്ടാലേ അത് തുറക്കുള്ളൂ, അതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എനിക്കത് ഹഡ്സൺ റിവറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ബോട്ടിങ്ങിനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. അവിടെ ടിക്കറ്റ് കൗണ്ടർ അതൊക്കെ ഉണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഒരേപോലെ ഇരിക്കും. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം കണ്ടിട്ടും മതി വരാത്ത സ്ഥലങ്ങളാണ്. ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേനും ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമ്മൾ നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആകാശമൊന്നും ശരിക്കും കാണില്ല. രണ്ട് സൈഡിലും വലിയ ബിൽഡിങ്സ് ആയതുകൊണ്ട് ഒരു മോളിൻ്റെ അകത്ത് നമ്മൾ നടക്കുന്നതായിട്ടാണ് എനിക്ക് സ്ട്രീറ്റ്സിലൊക്കെ തോന്നിയത്. കുറേ ബെഞ്ചൊക്കെ ഉണ്ട്. ശരിക്കും മഴ ആയത് കാരണം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. എന്തായാലും കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കണ്ടോ, ഇവിടെ റിവറാണ്. അവിടെ എന്താണ് ഒരു പോർട്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഷിപ്പ് യാർഡോ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ്. എന്താണെന്ന് അഭിനവിൻ്റെ അടുത്ത് ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അഭിനവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോവാണ്. അവർ ലഞ്ചിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-30 മിനിറ്റ് ഉണ്ട് അവരുടെ വീട്ടിലോട്ട്. അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഒരു മോളിൽ പോവും. അവിടുന്ന് നമ്മൾ എയർപോർട്ടിൽ പോയി തിരിച്ച് ക്യാരിയിലോട്ട് പോകാനാണ് പ്ലാൻ. ഈ ഒരു സ്ഥലം കണ്ടാൽ ശരിക്കും നമ്മുടെ നാട് പോലെ. ഇവിടുത്തെ റോഡാണെങ്കിലും പച്ചപ്പും ഹരിതാഭയും ആണെങ്കിലും കണ്ടോ, ബാക്കി എല്ലാ സ്ഥലവും ഡിഫറെൻ്റാണ്. ഈ ഒരു സ്ഥലം എനിക്ക് നാട് പോലെ തോന്നി. കാരണം നല്ല റോഡൊന്നുമല്ല, നല്ല റോഡാണ് പക്ഷേ അങ്ങനെ സ്മൂത്തായിട്ടൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ കാണാം റോഡിൽ. പിന്നെ ഇവിടെ സീ ആണെന്നാണ് പറഞ്ഞത്, റിവറല്ല, സീയുടെ ഒരു പാർട്ടാണ്. പിന്നെ അവിടെ പോർട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ബോട്ട്സൊക്കെ ഉണ്ട്. ഇപ്പം ന്യൂയോർക്ക് വിട്ടിട്ട് നമ്മൾ ന്യൂ ജേഴ്സിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് രാത്രി 10 മണിക്ക് നെവാർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുന്നേ ഈ ന്യൂ ജേഴ്സിയിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വന്നതാണ്. പക്ഷേ കാണാൻ പറ്റിയില്ല, അടുത്ത് ചെന്ന് കാണാൻ പറ്റില്ല, ദൂരെ നിന്ന് കണ്ടു. ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ലഞ്ചിന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മോളിലെങ്ങാനും പോയി കുറച്ച് സമയം ചിലവഴിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ. വേറെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. ലഞ്ചിന് ശേഷം നമ്മൾ ന്യൂപോർട്ട് സെൻറ്റർ മോളിലാണ് വന്നത്. അവിടെ വന്നിട്ട് ഞാൻ സെഫോറയിൽ നിന്ന് 2-3 ഐറ്റംസ് വാങ്ങിച്ചു. വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല. ചിന്നുവിനൊരു ടോപ്പ് വാങ്ങിച്ചു സാറയിൽ നിന്ന്. അല്ലാതെ ഇവിടെ അധികം ലഗേജ് എടുത്തുകൊണ്ട് പോകാനുള്ള മടി കൊണ്ടും പിന്നെ എന്തായാലും ക്യാരിയിലൊക്കെ ചെന്നിട്ട് നമുക്ക് വേറെ ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചിട്ടും ഇവിടുന്ന് അധികം ഒന്നും വാങ്ങിച്ചില്ല. ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് രാത്രിയിൽ എയർപോർട്ടിലോട്ട് പോയി നമ്മൾ തിരിച്ച് ക്യാരിയിലോട്ട് പോകുന്നതായിരിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.